സാധാരണഗതിയിൽ അങ്ങനെ ബഡ്ജറ്റിൽ സ്പെഷ്യൽ പാക്കേജ് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഇപ്പോൾ BJP വന്നതിന് ശേഷമില്ല. നമ്മൾ കേരളം പ്രതീക്ഷയോടുകൂടി എക്കാലവും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ദീർഘകാലമായി സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തരാമെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഉറപ്പ് നൽകിയ എയിംസാണ്. ആ എയിംസ് കേരളത്തിന് ഇനിയും ലഭ്യമാകാത്തതിന് ഒരു ന്യായീകരണവും നീതീകരണവുമില്ല. അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷവും കേവലം സാങ്കേതികത്വങ്ങളുടെ പേരിൽ സംസ്ഥാനത്തോട് കാണിക്കുന്ന കനത്ത വിവേചനമാണ് സംസ്ഥാനത്തിന് എയിംസ് ലഭ്യമാക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതുപോലെ റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രധാനമായും ഇപ്പോൾ ഡബിൾ ലൈൻ പൂർത്തീകരിക്കുന്നതിന് മതിയായ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ട്രിപ്പിൾ ലൈൻ എന്ന് പറയുന്ന മറ്റൊരു നിർദ്ദേശം സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, റെയിൽവേയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മൂന്നാമതൊരു ലൈൻ അതിൻ്റെ സർവേയും അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ബഡ്ജറ്റിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ബജറ്റിന് മുന്നോടിയായുള്ള MP-മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. പാർലമെന്റ് സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി മുഖ്യമന്ത്രി കേരളത്തിലുള്ള MP-മാരുടെ സമ്മേളനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു വിവരവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടോ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും ഞങ്ങൾക്ക് കേരളത്തിലുള്ള MP-മാർക്ക് നൽകിയിട്ടില്ല. സാധാരണ പാർലമെന്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി വിളിച്ചു ചേർക്കുന്ന MP-മാരുടെ സമ്മേളനം ഇത്തവണ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വ്യക്തതയില്ല. പത്രങ്ങളിലൂടെ ധനകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയാവൂ. അത് ഞങ്ങൾ നേരത്തെ തന്നെ എതിർത്തിട്ടുള്ളതാണ്. റെയിലിൻ്റെ ആവശ്യം കേരളത്തിലില്ല. അതിന് പകരം നിലവിലുള്ള ലൈനിൽ വേഗത കൂട്ടി ട്രെയിനുകൾ ഓടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നടപടി വേണ്ടത്. പതിവ് അവഗണന ഉപേക്ഷിച്ച് ഇത്തവണ കേന്ദ്രം കനിയുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജ്യസഭാ MP സന്തോഷ് കുമാർ പറഞ്ഞു. 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് അനുവദിക്കുക എന്നതാണ് ആ കാര്യം. അങ്ങനൊരു പാക്കേജ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ആവശ്യമായി വരുന്നത് എന്നതിനെ സംബന്ധിച്ച വളരെ വിശദമായ ഒരു നിവേദനം തന്നെ കേരളം സമർപ്പിച്ചിട്ടുണ്ട്. GST നടപ്പാക്കപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും സംസ്ഥാനങ്ങളുടെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ തന്നെ 10ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് ഈ വിഭജിക്കാവുന്ന നികുതിയുടെ വരുമാനത്തിന്റെ ഒരു 4% കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം അതിന്റെ നേരെ പകുതിയാണ് 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ പല അർത്ഥത്തിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകളുടെ കൂടെ എക്കണോമി ശക്തിപ്പെടുത്തിയും അതിന്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയൊക്കെ മാത്രമേ ദേശീയ അടിസ്ഥാനത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. പക്ഷെ നിർഭാഗ്യവശാല് ഏകപക്ഷീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കേരളം 24,000 കോടിയുടെ ഒരു പാക്കേജ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൃത്യമായ പദ്ധതി നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം അത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. കേരളത്തിന് വേണ്ടി 24,000 കോടി രൂപയുടെ പാക്കേജ്, ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള 6,000 കോടി രൂപ വായ്പാ പരിധിയിൽ നിന്ന് മാറ്റിവെക്കുക, വിഴിഞ്ഞത്തിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, ഇപ്പോഴത്തെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ വന്യമൃഗ ശല്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ധനസഹായം, അതുപോലെ തന്നെ കേരളത്തിന്റെ വിഭവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ, ഇതുപോലുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻകാല ബജറ്റുകളിൽ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളം ഉറ്റുനോക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് ദീർഘകാലമായിട്ട് പരിഗണിക്കുമെന്ന് പല രീതിയിലുള്ള ഉറപ്പുകൾ നൽകിയതാണ്. പക്ഷേ ഇതുവരെ അതൊന്നും യാഥാർത്ഥ്യത്തിലായിട്ടില്ല.